ആരോഗ്യദീപ്തി. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം ശനിയാഴ്ച ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. ഈ ഷുഗർ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ക്രമാതീതമായ അളവിൽ ഉയരുമ്പോഴാണ് നമ്മൾ പ്രമേഹമുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രമേഹമുള്ള ഒരു വ്യക്തി പറയും, ഞാൻ ഭക്ഷണമൊക്കെ വളരെ കുറവേ കഴിക്കുന്നുള്ളൂ, അല്ലെ മധുരം ഉപയോഗിക്കാറേ ഇല്ല എന്നൊക്കെ പറയും, എന്നിട്ടും ഷുഗർ കുറയുന്നില്ല എന്ന്. അതെന്തായിരിക്കും? വളരെ നല്ല ചോദ്യം. ഇത് ഞങ്ങൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. കാരണം പല രോഗികളും പറയും, ഞാനൊന്നും കഴിക്കുന്നില്ല ഡോക്ടറെ, ഒരു മധുരവും കഴിക്കുന്നില്ല, എന്നിട്ടും എൻ്റെ ഷുഗർ കുറയുന്നില്ല. ഇതിന് ഉള്ള ഉത്തരം, ഷുഗർ കൺട്രോൾ, ഞാൻ ഫസ്റ്റ് പേഷ്യൻസിനോട് പറയുന്ന പോയിൻ്റ് 70% രോഗിയുടെ കയ്യിൽ തന്നെയാണ് എന്നാണ്. അത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു 3 പോയിൻ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആകും, ഒരു സംശയമില്ലാതെ ഞാൻ പറയാം. ഫസ്റ്റ് കാര്യം, ഭക്ഷണരീതി ക്രമമാക്കുക. അതോടൊപ്പം ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ആ ഭക്ഷണം കഴിക്കാം, ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെയല്ല, ഇതിൻ്റെ അളവാണ് പ്രധാനം. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങളെന്ന് പറയുന്നത്, പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക, ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചാൽ ഷുഗർ ഭയങ്കരമായി കൂടാം. എന്നാൽ എല്ലാം കഴിക്കാം. ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്നത് എല്ലാം കഴിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്നാൽ ശ്രദ്ധിച്ചാൽ കാണാം, 2 പേർക്കുള്ള ചോറാണ് നമ്മൾക്ക് അവർ ഇട്ട് തരുന്നത്. അപ്പം നമുക്ക് ദൈവം യെസ് ഓർ നോ പറയാനുള്ളൊരു കഴിവ് തന്നിട്ടുണ്ട്. നമ്മുടെ വയറിൻ്റെ 80% നമുക്ക് നിറക്കേണ്ടതുള്ളൂ. അത് അപ്പം നമുക്ക് സ്റ്റോപ്പ് നോ പറയാൻ പറ്റണം. ഓൾറെഡി ഫുള്ള് വയറ് നിറച്ച് കഴിച്ച ഒരാൾക്ക് ഇത് എളുപ്പമല്ല, ബട്ട് ബൈ പ്രാക്ടീസ് ശരിയാക്കി നേടിയെടുക്കാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവാണ് പ്രധാനം, ഇന്ന ഭക്ഷണം എന്നുള്ളതല്ല. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങൾക്കും പല അളവുണ്ട്. പഴുത്ത സാധനങ്ങൾ ഷുഗർ വളരെ അധികമാണ്, അത് ശ്രദ്ധിക്കാം. വളരെ സിമ്പിളായി പറഞ്ഞു. പിന്നെയുള്ളൊരു സംശയം, ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഭക്ഷണമാണ്. പക്ഷേ എന്ത് സാധനവും ആയിക്കോട്ടെ, ആഘോഷിച്ച് കഴിക്കരുത്. ഭക്ഷണക്രമവും ഭക്ഷണരീതിയും ഞാൻ പറഞ്ഞു. സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം സമയമാണ്. അതിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ കൊടുത്തേക്കുന്ന ഒരു കാര്യം സമയമാണ്. നമ്മൾ ജോലിക്ക് വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഓടുന്നു. ഈ പ്രാവശ്യത്തെ തീം തന്നെ വർക്ക് പ്ലേസിൽ ഡയബറ്റീസിൻ്റെ പ്രാധാന്യം. 5 മിനിറ്റാണ് സർവ്വസാധാരണമായി ഭക്ഷണം കഴിക്കാൻ ഒരാൾക്ക് വേണ്ടത്. 5-10 മിനിറ്റ് ആവും. 24 മണിക്കൂറിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആ 5-10 മിനിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റണം. എത്ര തിരക്കുള്ള ആളുമായിക്കോട്ടെ, സമയത്തിന് കഴിക്കുക. കാരണം ശരീരത്തിനൊരു താളമുണ്ട്, അത് നമ്മൾ ക്രമമാക്കുക. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഷുഗർ മാത്രമല്ല, ഗ്യാസ്ട്രൈറ്റിസ്, അൾസറിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം വരാം. അപ്പോൾ സമയത്തിന് കഴിക്കുക, അളവിൽ കഴിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2ാമത്തെ പോയിന്റ്, വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റാണ്. വ്യായാമം എല്ലാ തലത്തിലും ആരോഗ്യത്തിന് യൂസ്ഫുള്ളാണ്. കറക്റ്റ് അരമണിക്കൂർ രാവിലെയോ വൈകുന്നേരമോ, പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ ഓരോ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസ്, വ്യായാമങ്ങൾ ചെയ്യുക. അതിപ്പോൾ ഒരു ചെറിയ നടത്തമാവാം, അത് ഒരുപാട് ഷുഗർ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനും നമ്മുടെ ആരോഗ്യപരമായി പല ഗുണങ്ങളും നമുക്ക് തരുന്നു. 3ാമത്തെ കാര്യം, മരുന്ന് കൃത്യമായി കഴിക്കുക. ഡോക്ടർ പറയുന്ന പോലെ കൃത്യമായി മരുന്ന് കഴിക്കുക. ഏതൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു നാളെ തന്നെ കുറയണമെന്നില്ല, സമയമെടുക്കാം. കാണിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അതുവഴി ഡോക്ടർക്ക്
ഒരാളുടെ ഭക്ഷണരീതി മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങൾ ക്രമം പാലിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഷുഗർ കൺട്രോളാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഷുഗർ കൺട്രോളാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രോഗികളോട് ക്രമം, ഭക്ഷണരീതി, അളവ് ഇതെല്ലാം ശരിയാക്കാൻ പറയുമ്പോൾ പൊതുവെ നമ്മൾ മരുന്ന് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഷുഗർ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഷുഗർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. അതായത് ക്ഷീണം, വിറയൽ, തലചുറ്റൽ ഇതെല്ലാം ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണമാകാം. അതിനാൽ എപ്പോഴും ഷുഗർ പേഷ്യൻറ്റിൻ്റെ ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ എന്തെങ്കിലും മധുരമുള്ള, ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ഒരു മിഠായി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. വീട്ടിലാണെങ്കിൽ പഞ്ചസാര കലക്കി കുടിക്കുകയോ ചെയ്താൽ ഷുഗറിൻ്റെ കുറവ് മൂലമാണെങ്കിൽ അത് ഉടനടി ശരിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷുഗർ ഏത് സമയത്താണ് കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണം എന്ന് മനസ്സിലാക്കി അത് ഡോക്ടറോട് വന്ന് പറയുക വഴി ഷുഗർ മരുന്നിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിൽ ഡോക്ടറിന് തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ക്രമപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രമേഹം ടൈപ്പ് 1, ടൈപ്പ് 2 ഉണ്ടെന്ന്. അപ്പോൾ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണല്ലോ ഈ ടൈപ്പ് 1. അതിനെന്താണ് അതിൻ്റെ ഒരു പ്രതിരോധ മാർഗം? പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന ഷുഗർ പാൻക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് ഇൻസുലിൻ്റെ ഉൽപ്പാദനം ജന്മനാ തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ടൈപ്പ് 1 ഇൻസുലിൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ വായ വഴി കഴിക്കുന്ന ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുകൾ അതിൽ ഫലം ചെയ്യുകയില്ല. അതിനാൽ തന്നെ അവരിൽ ഇൻസുലിനാണ് പ്രധാന ചികിത്സാരീതി. എന്നാൽ പലരും ഇൻസുലിൻ എടുക്കാനായിട്ട് വിമുഖത കാട്ടുന്നതായി കാണിക്കാറുണ്ട്. എന്നാൽ അവരുടെ വളർച്ചയുടെ പ്രായമായതിനാൽ ഇൻസുലിൻ എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. കാരണം ഷുഗർ ഞാൻ പറഞ്ഞു കാലക്രമേണ ഓരോരോ അവയവങ്ങളെ ബാധിക്കാം. അതിനാൽ തന്നെ ഷുഗർ കൺട്രോൾ വളർന്നു വരുന്ന പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ തന്നെ ഇൻസുലിൻ ജീവിതകാലം മുഴുവൻ എടുക്കുക വഴി ഒരു നോർമൽ ആൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കാൻ ആ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യുന്നു. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.